മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. വയനാടിനെ വീണ്ടെടുക്കാൻ മട്ടന്നൂർ നഗരസഭയുടെ കൈത്താങ്ങ്. നഗരസഭ 10 ലക്ഷം രൂപയാണ് നൽകിയത്. പ്രളയത്തിൽ മട്ടന്നൂർ നഗരസഭയിലെ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനായി കൗൺസിലർമാരുടെ 1 മാസത്തെ ഓണറേറിയവും നൽകി. ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശമുണ്ടായ വയനാടിലെ ജനതയെ സഹായിക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭ 10 ലക്ഷം രൂപ നൽകിയത്. പ്രത്യേക നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നാണ് 10 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചത്. കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിൽ നിന്ന് കെ ശൈലജ MLA ഏറ്റുവാങ്ങി. നഗരസഭയും കൗൺസിലർമാരും മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. മട്ടന്നൂർ നഗരസഭ ഇപ്പോൾ നഗരസഭയിൽ മറ്റൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലുടനീളം മട്ടന്നൂർ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും 2 രാജ്യത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഒരുപാട് വീടുകൾ പോയി, അതുപോലെ ഒരുപാട് വീടുകൾ വാസയോഗ്യമായി തീർന്നു. കൃഷിനാശവും വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടതും എല്ലാം അടക്കം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ പശ്ചാത്തലത്തിലും മട്ടന്നൂർ നഗരസഭ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രളയത്തിൽ മട്ടന്നൂർ നഗരസഭയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. 53 വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിരുന്നു. 5 വീടുകൾ പൂർണ്ണമായും തകർന്നു. 3 വീടുകൾ നിർമ്മിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. നഗരസഭയിൽ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള സഹായമായാണ് കൗൺസിലർമാരുടെ 1 മാസത്തെ ഓണറേറിയം നൽകുന്നതെന്ന് ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചേരുകയും 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വയനാട്ടിലെ ദുരന്തത്തെ കേരളം അങ്ങേയറ്റം പ്രയാസത്തോടെ കാണുമ്പോൾ തന്നെ നമ്മുടെ നഗരസഭയിലും ഈ വർഷത്തെ പ്രളയം ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഏതാണ്ട് 53ഓളം വീടുകളിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. 5 വീടുകൾ പൂർണ്ണമായി തകർക്കപ്പെടുകയും ചെയ്തു. ആ വീടുകളുടെ പുനർനിർമ്മാണം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി കരുതുകയാണ്. അതിനുവേണ്ടി 3 വീടുകളുടെ നിർമ്മാണത്തിനായി കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നഗരസഭയിൽ വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളിൽ കുടുംബങ്ങളെ കൂടി സഹായിക്കണമെന്ന് നഗരസഭയിലെ 35 കൗൺസിലർമാരും ഏകകണ്ഠമായി തീരുമാനിക്കുകയും അവരുടെ 1 മാസത്തെ ഓണറേറിയം നഗരസഭയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് നിർമ്മാണത്തിനുള്ള ധനസഹായമായി കൊടുക്കാൻ വേണ്ടി ഏകകണ്ഠമായി നഗരസഭാ കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ്, പി അനിത, വി കെ സുഗതൻ, കെ മജീദ്, പി പ്രസീന, സെക്രട്ടറി എസ് വിനോദ് കുമാർ, കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പവിത്ര ഗോൾഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.